പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഉദ്ഘാടനവും മുഖവുരയുമൊക്കെ കഴിഞ്ഞിരിക്കയാൽ വീണ്ടും ഒരു മുഖവുരയുടെ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് രാവിലെ ഇവിടെ സന്നിഹിതരായിരുന്ന് കടന്നു വന്ന പ്രബുദ്ധരായ മാന്യ സ്നേഹിതരോട് എനിക്കുള്ള കടമ ഒരു ഇന്ത്യൻ മിഷണറി ചരിതം എന്ന 2 ദിവസത്തെ സമ്മേളനത്തിലെ ആദ്യ പ്രാസംഗികരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഡോക്ടർ ബാബു കെ വർഗീസ് ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും പരിചിതനാണ്. 1950 മൈലപ്രായിൽ ജനിച്ച അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റേഴ്സ് ബിരുദം എടുക്കുകയും അതുകൂടാതെ പല സബ്ജക്റ്റുകളിൽ ഫോണറ്റിക്സ്, ഇന്ത്യൻ ഭാഷകൾ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ജേർണലിസം, പബ്ലിക് റിലേഷൻസ് എന്നീ വിഷയങ്ങളിൽ ബിരുദ ഡിപ്ലോമകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ലിംഗ്വിസ്റ്റിക്സിലാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ്. ഒരു ചരിത്രകാരനും പത്രപ്രവർത്തകനും എന്ന നിലയിൽ അദ്ദേഹം പല പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ലഹരിക്കും അപ്പുറം എന്ന പുസ്തകം സ്വന്തമായും, മൈ എൻകൗണ്ടർ വിത്ത് ട്രൂത്ത്, ബേൺഡ് എലൈവ്, ഇൻക്വിലാബ് എന്നീ പുസ്തകങ്ങൾ മറ്റുള്ളവരുമായി സഹകരിച്ചും രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ തീസിസ് ഇന്ത്യൻ ഭാഷകളുടെയും സാഹിത്യത്തിൻ്റെയും ചരിത്രപരമായ പുരോഗതി അഥവാ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ എന്ന വിഷയത്തിലാണ്. ലെറ്റ് ദെയർ ബി ഇന്ത്യ എന്ന പേരിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തൻ്റെ ഡോക്ടറൽ തീസിസ് പല ഭാഷകളിൽ ഭാഷാന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മലയാളത്തിലുള്ള വെർഷനാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്തത്. ഒരു സമർത്ഥനായ പ്രാസംഗികനും എഴുത്തുകാരനുമായ അദ്ദേഹം 25-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ച് തൻ്റെ പ്രസംഗ പരമ്പരകൾ നടത്തിയിട്ടുണ്ട്. ഈ പുസ്തകം പല യൂണിവേഴ്സിറ്റികളിൽ ടെക്സ്റ്റ് ബുക്കായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. താൻ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിട്ടപ്പെടുത്താത്ത അസംസ്കൃത ഭാഷകളുടെ കേദാരഭൂമിയായിരുന്നു ഭാരതം. അവയെ കൃത്യമായി വ്യാകരണ നിയമങ്ങളുടെയും നിഘണ്ടുക്കളുടെയും ലിപികളുടെയും സഹായത്താൽ സംസ്കരിച്ചെടുത്ത് ഇന്നത്തെ അഭിനവ സമൂഹത്തിന് സമ്മാനിച്ചത് ക്രൈസ്തവ മിഷണറിമാരുടെ അക്ഷീണ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാണ്. ഡോക്ടർ ബാബു വർഗീസ് ഭാരതീയ ഭാഷകളുടെ ആധുനികവൽക്കരണം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നതാണ്. നമസ്കാരം. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ. സാക്ഷിക്ക് നന്ദി. ഇന്ന് വളരെ മനോഹരമായ ഒരു ഉദ്ഘാടനം നടന്നു. ഇനിയും 2 ദിവസം വളരെ ശക്തമായ പ്രബന്ധങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ദിസ് മേ നോട്ട് ബി എ പൊളിറ്റിക്കലി കറക്റ്റ് സെമിനാർ. ഇന്നത്തെ റെഷ്യം അനുസരിച്ച് രാഷ്ട്രീയമായി ചിലർക്ക് അരോചകമായി തോന്നാവുന്ന ചില കാര്യങ്ങളാണ് ഈ 2 ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. ഒഴുക്കിനെതിരെ ഞങ്ങൾ പോവുകയാണോ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. എന്നാൽ ചരിത്രം തികഞ്ഞു നോക്കുമ്പോൾ ചില വസ്തുതകൾ നമുക്ക് മറക്കാൻ കഴിയില്ല. അതാണ് നമ്മെ ഉദ്ഘാടന പ്രസംഗനും പ്രിയ വത്സന്തമ്പു അച്ഛനും പറഞ്ഞത്. എൻ്റെ അയൽക്കാരനായിരുന്ന കടമ്മനിട്ട രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെങ്ങനെ നിങ്ങളായി എന്നോർത്തുകൊള്ളുവിൻ. പലപ്പോഴും നാം വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമാണ്. നാം എങ്ങനെയാണ് ഇത്രത്തോളം ആയത്? പഴയ കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ചിലതൊക്കെ ചെയ്തു കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചില അവകാശവാദങ്ങൾ സൃഷ്ടിച്ച് ഇവിടെ പൊള്ളയായ കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ജനം. അതുമാത്രമല്ല, ഈ വിഷയം മിഷണറിമാരുടെ സംഭാവനയാണ് എന്നൊരു ചിന്തയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞു, ക്രിസ്ത്യൻ മിഷണറീസ് ഡിസ്ട്രോയ്ഡ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ. ക്രൈസ്തവ മിഷണറിമാർ
ഭാരതത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിച്ചു. 4 ആഴ്ച മുൻപ് ഉത്തർപ്രദേശിലെ ഒരു മന്ത്രി ഇത് തന്നെ ആവർത്തിച്ചു, ക്രിസ്ത്യൻ മിഷണറീസ് ഡിസ്ട്രോയ്ഡ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ. ഇത് ശരിയാണോ? ചില വർഷങ്ങൾക്ക് മുമ്പ് ആ മന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഹിന്ദി ഭാഷയിലാണ് പറഞ്ഞത്. ആൻഡ് ഐ ഹാവ് ഡൺ മൈ ലിംഗ്വിസ്റ്റിക്സ്. ഞാൻ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ആളാണ്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഹിന്ദി ഭാഷ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നെ ആരും കല്ലെറിയരുത്, ഞാൻ പറയാൻ പോവുകയാണ്. ഹിന്ദി ഭാഷ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഹിന്ദി ഭാഷ സൃഷ്ടിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ്. അതിൻ്റെ തെളിവുകൾ ഞാൻ പറയാൻ പോവുകയാണ്. There's no Hindi at all in this country. Hindi was created by a missionary. I'm going to talk to that. So അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എനിക്ക് ശക്തമായ ഒരു ഉൾപ്രേരണ ഉണ്ടായി, ഇതിനൊരു മറുപടി പറഞ്ഞേ മതിയാവും. ഞാൻ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കുറച്ചൊക്കെ മിഷണറിമാർ ഇവിടെ നൽകിയതാണ്. ഭാഷയുടെ വികാസം, സാഹിത്യം, വിദ്യാഭ്യാസം ഒക്കെ രംഗത്ത് മിഷണറിമാർ, ക്രൈസ്തവ വേലക്കാർ ധാരാളം സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രഗത്ഭനായ പ്രൊഫസർമാരുടെ കീഴിൽ ഞാൻ എൻ്റെ ഗവേഷണം ആരംഭിച്ചു. ഞാനൊരു 4-5 ഭാഷയിലാണ് പ്രവേശനം തുടങ്ങിയത്. എന്നാൽ 125 ഭാഷകളിൽ ഞാൻ ഗവേഷണം നടത്തി. നാഗ്പൂരിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ ആർക്കൈവ്സിലും മ്യൂസിയത്തിൽ പോയി, ലൈബ്രറികളിൽ പോയി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് കൂടുതലും എൻ്റെ ഗവേഷണം ഞാൻ നടത്തിയത്. കാരണം ഇന്ത്യയിലെ പല കാര്യങ്ങളും, ആദ്യത്തെ വ്യാകരണവും ഒക്കെ ഓക്സ്ഫോർഡിലായിരിക്കുന്നത്. പിന്നെ 27 രാജ്യങ്ങളിലൂടെ പോകാൻ ദൈവം എനിക്ക് അവസരം ലഭിച്ചു. അനിഷേധ്യമായ ചരിത്ര തെളിവുകൾ നിരത്തിക്കൊച്ചുകൊണ്ട് ഞാനൊരു PhD തീസിസ് ഉണ്ടാക്കി. അത് 850 പേജുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി ഞാനൊരു പുസ്തകം എഴുതി, ലെറ്റ് ദെയർ ബി ഇന്ത്യ, ദ ഇമ്പാക്റ്റ് ഓഫ് ബൈബിൾ ഓൺ നേഷൻ ബിൽഡിംഗ്. അത് ഇതിപ്പോൾ എക്സ്പെൻസീവ് ബുക്കാണ്, ഇതൊരു റിസർച്ച് ഗ്രന്ഥമാണ്. എന്നാൽ പൊതുവായിട്ട് വായിക്കുന്നതിന് വേണ്ടി ഞാൻ ലെറ്റ് ദെയർ ബി ഇന്ത്യയുള്ള 200 പേജിൽ ഒരു പുസ്തകം ഇറക്കി. അതിൻ്റെ ആദ്യമായിട്ട് ഇന്ന് മലയാളത്തിൽ ഇറങ്ങി ചൂടോട് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു 30 കോപ്പി മാത്രമാണ് വിമാനത്തിൽ കൊണ്ടുവന്നത്. അതാണ് ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്തത്. അതിൻ്റെ തലക്കെട്ട് അല്പം പ്രകോപിപ്പിക്കുന്നത് തന്നെയാണ്. ആധുനിക ഭാരതം ബൈബിളിൻ്റെ സൃഷ്ടി ആണോ? ചിലർക്ക് തീരെ ഇഷ്ടപ്പെടത്തില്ല, എന്നാൽ അതാണെന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഹിന്ദിയിൽ വെച്ച് തന്നെ തുടങ്ങാൻ നോക്കാം. ഇന്ത്യയിലെ 1652 ഭാഷയുണ്ട്. There are 1652 languages in this country. And we have script only in 230 languages. 230 ഭാഷകൾക്ക് മാത്രമാണ് ആധുനിക ലിപി ഉള്ളത്. ഈ ലിപി ആരാ നൽകിയത്? ശ്രീ വള്ളിക്കാവ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ എനിക്ക് വളരെ ബഹുമാനമാണ്. കാരണം എൻ്റെ സിസ്റ്റർ ഞങ്ങൾ കാണുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ പുസ്തകം രാജ്യസമാജത്തെക്കുറിച്ച് പ്രഗത്ഭമായ ഡോക്ടറേറ്റ് എഴുതിയാണ്. ഞാൻ പലർക്ക് വഴി അദ്ദേഹത്തെ എനിക്ക് കണ്ടതിൽ നിന്ന് വളരെ സന്തോഷമുണ്ട്. വി ആർ ഗോയിങ് ടു മീറ്റ് അഗെയിൻ. അദ്ദേഹം ഈ വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കാൻ പോവുകയാണെന്ന്. ഐ എം സോ ഡിലൈറ്റഡ് ദാറ്റ് യു ആർ ഹിയർ ദിസ് മോർണിംഗ് വിത്ത് us. റൈറ്റ് നൗ, ഹിന്ദി തന്നെ. ദർ ഇസ് നോ ഹിന്ദി ഇൻ ദിസ് കൺട്രി. ഈ രാജ്യത്ത് ഹിന്ദി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഹിന്ദുസ്ഥാനി ഉണ്ടായിരുന്നു, പേർഷ്യൻ ഉണ്ടായിരുന്നു, ഉറുദു ഉണ്ടായിരുന്നു, അറബിക് ഉണ്ടായിരുന്നു, സംസ്കൃതം ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുവാൻ തദ്ദേശീയരായവരോ വിദേശീയരായവർക്കോ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ പ്രാദേശിക ഭാഷകൾ, തദ്ദേശീയമായ ഭാഷകൾ, മാതൃഭാഷകൾ, വെർനാക്കുലർ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ, ദി സാൻസ്ക്രിറ്റിസ്റ്റ് പീപ്പിൾ, ദ ക്ലാസിസിസ്റ്റ് തോട്ട് ദാറ്റ് ഇറ്റ് ഈസ് മ്ലേച്ഛ ഭാഷ, ഇറ്റ്സ് ആൻ അബോമിനേഷൻ. ദേ നെവർ വാണ്ടഡ് ടു പ്രൊമോട്ട് ഇറ്റ്. ഹിന്ദി അതുപോലെ ആയിരുന്നു. അപ്പോൾ 1880 one missionary known as Samuel Henry Kellogg, he created Hindi out of 12 central Indian dialects. മധ്യപ്രദേശ് ആദ്യമായ സ്ഥലങ്ങളിലെ 12 തദ്ദേശീയ ബോലി ഭാഷകൾ സ്വാംശീകരിച്ച് അസിമിലേറ്റ് ചെയ്ത് he coalesced Hindi out of 12 central Indian dialects. പ്രാദേശിക ബോലി വാമൊഴിയായിരുന്നു. വാമൊഴിയായിരുന്ന 12 ദേശീയ ഭാഷകളെ വരമൊഴിയാക്കി ഹിന്ദിക്ക് വ്യാകരണം നൽകി. ഹി പ്രൊഡ്യൂസ്ഡ് എ ബുക്ക് നോൺ ആസ് ദ ഗ്രാമർ ഓഫ് ഹിന്ദി. ഹിന്ദിയുടെ വ്യാകരണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി 1880 മിഷണറി സാമുവൽ ഹെൻറി കെല്ലോഗാണ് ഹിന്ദി ഭാഷ സൃഷ്ടിച്ചത്. ഹിന്ദി ഭാഷ സൃഷ്ടിച്ചു, വ്യാകരണം നൽകി. ഇന്നും അദ്ദേഹത്തിൻ്റെ വ്യാകരണ പുസ്തകമാണ് യൂണിവേഴ്സിറ്റികൾ ആധികാരികമായ ഹിന്ദി വ്യാകരണ പുസ്തകമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 1880. അപ്പോൾ ഹിന്ദി പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഹിന്ദിയിൽ നാം പുസ്തകമുണ്ടാക്കി, സ്കൂളുകൾ തുടങ്ങി, കോളേജ് ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, ഹിന്ദിയിൽ പത്രങ്ങളുണ്ടാക്കി, പുസ്തകങ്ങളുണ്ടാക്കി. ഈ മന്ത്രിയെ മന്ത്രിയാക്കി ഹിന്ദി പറയാൻ പഠിപ്പിച്ചു. അദ്ദേഹം എന്നിട്ട് നമ്മെ ചീത്ത വിളിക്കുകയാണ്, ഹിന്ദി ഭാഷയിൽ ചീത്ത വിളിക്കുകയാണ്. ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ നശിപ്പിച്ചു. അതങ്ങനെയല്ല എന്ന് പറയുവാൻ, നന്ദി കെട്ടവനെ എന്ന് പറയുവാനാണ് ഞാൻ ഈ പുസ്തകം ഇറക്കിയത്. നമ്മളങ്ങനെ ആയിക്കൂടാ. രാജ്യത്തെ രാജ്യമാക്കിയത് ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് വന്ന ക്രൈസ്തവ വേലക്കാരാണ്.
ഞാൻ ഇന്നലെ ശശി തരൂരുമായിട്ട് ദീർഘമായി സംസാരിക്കുകയുണ്ടായി. ശശി തരൂർ ഒരു പുസ്തകം എഴുതി. He has written, ശശി തരൂർ, the era of darkness, the British Empire. ഞാൻ സമ്മതിച്ചു ശശി, ഐ അഗ്രി വിത്ത് യു. ഇന്നിവിടെ ബ്രിട്ടീഷ് എംപയർ, അതർ എംപയർ, ദേ കെയിം, അവർ വന്നു, ഇവിടെ നശിപ്പിച്ചു, ദേ ലൂട്ടഡ്, ഐ അഗ്രി വിത്ത് യു. ബട്ട് അത് അന്ധകാര യുഗമായിരുന്നു എന്നാണ് ശശിയുടെ വാദം. സമ്മതിച്ചു, ആകട്ടെ, അവരെന്തും ചെയ്യട്ടെ. പക്ഷേ അതിൻ്റെ മധ്യേ വിദേശീയ മേധാവിത്വം എതിർത്തിരുന്ന ഒരു ചെറിയ കൂട്ടർ ഇവിടെ വന്നു. അവരുടെ പേരാ ക്രൈസ്തവ വേലക്കാരൻ. അത് നിഷേധിക്കാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു, ശശി, അതാണ് നീ അങ്ങ് ഇനി ഒരു പുസ്തകം ഞാൻ എഴുതണമെന്ന് പറഞ്ഞു. ആ അന്ധകാര യുഗത്തിൽ കഴിഞ്ഞ 200-300 വർഷങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ കൂട്ടർ വന്നു. അവർ ക്രൈസ്തവ വേലക്കാരായിരുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷമായിട്ട് വന്ന് ത്യാഗം അനുഭവിക്കാൻ വന്നവരാണ്. അവിടെ വന്നു. മന്ത്രി നമ്മെ ഓർപ്പിച്ചല്ലോ, അവരുടെ ജീവിതം ഇവിടെ ഒഴിഞ്ഞു വെച്ചു. അവരിവിടെ വന്ന് പ്രവർത്തിച്ചു. ഏതെല്ലാം മേഖലയിൽ? ഒന്ന്, ഭാഷകളുടെ വികാസം. അപ്പം ഹിന്ദി ഭാഷ വികസിപ്പിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ്. ഇന്ന് ശ്രീ നരേന്ദ്രമോദി വളരെ ശക്തമായിട്ട് ഹിന്ദി ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം അറിയുന്നുണ്ടോ ഈ ഹിന്ദി നമ്മൾ സൃഷ്ടിച്ചതെന്നുള്ളത്? അറിയുന്നില്ല. അദ്ദേഹത്തെ ഞാൻ കാണാൻ പോവുകയാണ്. ചില മാസങ്ങൾക്ക് മുൻപ് ഞാൻ അഹമ്മദാബാദിൽ എൻ്റെ ഒരു വലിയ പ്രൊഫഷണൽ മീറ്റിംഗ് അവരെ അറേഞ്ച് ചെയ്തു. അവരൊരു ലീഫ്ലെറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ലീഫ്ലെറ്റുമായിട്ട് ഒരാൾ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൽ കൊണ്ടുപോയി ഈ ലീഫ്ലെറ്റ് അടിച്ചു തരണമെന്ന് പറഞ്ഞു. ആ പ്രിൻറ്റിംഗ് പ്രസ്സുകാരൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഇവിടെ നശിപ്പിച്ചു. ആ ലീഫ്ലെറ്റ് അടിച്ചു തന്നില്ല. ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ്, ആ പ്രിൻ്ററെ. 1819 ആദ്യമായിട്ട് ഗുജറാത്തി ഭാഷയിൽ ഗുജറാത്തി വ്യാകരണം എഴുതിയത് മിഷണറി സ്കിന്നർ ആൻഡ് മിഷണറി ഫൈവി. 1820 ആദ്യമായിട്ട് ഗുജറാത്തിയിൽ ഒരു നിഘണ്ടു ഉണ്ടാക്കിയത്. അതുമാത്രമല്ല, 1822 മിഷണറി സ്കിന്നറും ഫൈവിയും ചേർന്നിട്ട് ഗുജറാത്തിൽ സൂറത്ത് മിഷൻ പ്രസ് തുടങ്ങുന്നത്. ഇന്ന് പ്രിന്ററായിരിക്കുന്ന ആ ഗുജറാത്തി മനുഷ്യനുണ്ടല്ലോ, പ്രിന്ററായത് നമ്മളിവിടെ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നുകൊണ്ടാണ്. അദ്ദേഹം അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇവിടെ നശിപ്പിച്ചു എന്ന് പറയുന്നു. ഈ അസംബന്ധമാണ് ഇവിടെ എല്ലാം ഇന്ന് ഉരുവിട്ടിരിക്കുന്നത്. ഇതൊന്ന് നിർത്തിയേ മതിയാവും. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്ന്. അല്ല, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, എന്നാൽ ഇതാണ് സത്യം. ഞാനൊരു പത്രപ്രവർത്തനമാണ്. ഞാൻ പാർലമെൻറ്റിൽ പോകാറുണ്ട്. പാർലമെൻറ്റിന് മുന്നിൽ എഴുതിയിട്ടുണ്ട്, സത്യമേവ ജയതേ. എവിടെ സത്യം? അസത്യത്തിൻ്റെ മുന്നിൽ കള്ളം പറഞ്ഞുകൊണ്ട്, പൊയ് പറഞ്ഞുകൊണ്ട് ഇന്ന് ചരിത്രത്തെ കെട്ടിപ്പടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് അവസാനിപ്പിക്കണം. ഞാൻ പറഞ്ഞു, സത്യത്തെ തമസ്കരിക്കാൻ എത്ര നാളും ഒക്കത്തില്ല. യു ക്യാൻ nail truth on the cross. You can bury the truth in the tomb, but on the third day truth will rise up. നിങ്ങൾക്ക് സത്യത്തെ ക്രൂശിക്കുവാൻ കഴിയും, കശ്യത്തെ കബറത്തിൽ ഇടാനും കഴിയും, കല്ലറയിൽ വെക്കുവാൻ കഴിയും, എന്നാൽ 3-ാം നാൾ സത്യം ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് ദേശം മൊത്തം അസത്യം വിളമ്പുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടേ മതിയാവും. ഈ കോൺഫറൻസിൻ്റെ ലക്ഷ്യം അതാണ്. ഭാഷകൾ ഹിന്ദി മാത്രമല്ല, ഗുജറാത്തി മാത്രമല്ല, കഴിഞ്ഞ 150-200 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വിശകലനം ചെയ്ത 120 ഭാഷകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടുപിടിച്ചത്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. കണ്ടുപിടിച്ചത് ഇവിടെ വന്ന ക്രൈസ്തവ വേലക്കാര്, ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് 85 നിഘണ്ടുക്കൾ, 116 വ്യാകരണ പുസ്തകങ്ങൾ, 45 പത്രങ്ങൾ ക്രൈസ്തവ മിഷണറിമാരാണ് 200-180 വർഷം മുമ്പ് ഇവിടെ പ്രസിദ്ധീകരിച്ചത്. ഇവിടെ ആരുണ്ട്? 200 വർഷം മുമ്പ്, 180 വർഷം മുമ്പ് ഇവിടെ ആരുണ്ട്? നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനാക്കിയത് ആരാണ്? ഈ ഭാരതത്തെ ഭാരതമാക്കിയത് ആരാണ്? ഭാരതത്തിലെ അന്ധകാര ശക്തികൾക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ആരാണ് മുന്നോട്ട് നീങ്ങിയത്? ഒന്ന്, ഭാഷകളുടെ വികാസം. അത് തന്നെ പല മേഖലകളിൽ. ഒന്ന്, മോഡേണൈസേഷൻ ഓഫ് ദ സ്ക്രിപ്റ്റ്. ലിപികളുടെ അധുനവൽക്കരണം നടത്തിയത് ആരാണ്? നമുക്ക് കേരളത്തിലേക്ക് തന്നെ തിരിഞ്ഞു പോകാം. ഇതിൻ്റെ ഒരു സെമിനാർ ഇനിയുമുണ്ട്. സാമുവൽ നെല്ലിമുളക് എടുക്കുന്നുണ്ട്, അധുനവൽക്കരണം, അതിനെപ്പറ്റിയുള്ളത്. നമ്മുടെ ആദ്യത്തെ ലിപി, ആ ലിപി ഇപ്പം നമുക്ക് വായിക്കാനൊക്കത്തില്ല, അത് നമുക്ക് മനസ്സിലാകത്തില്ല. 1811 എഴുതിയ കൊരിയർ പ്രസ്സിൽ അടിച്ച 4 സുവിശേഷമാണ് ആദ്യത്തെ ഗദ്യം എന്ന് പറയുന്നത്. അത് തന്നെ നമുക്ക് ശരിയായിട്ട് വായിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ആ ലിപികളെ, മലയാള ലിപികളെ അധുനവൽക്കരണം ചെയ്തത് ആരാണ്? നമ്മൾ കേട്ട് കാണും ബെയിലിയുടെ ഉരുള, അല്ലേ? പള്ളിക്കാവനൊക്കെ അറിയാം. ബെയിലി പണ്ട് നമുക്ക് ചതുര വടിവായിരുന്നു. ഉരുള ഉണ്ടാക്കി ഇന്ന് നാം ഉപയോഗിക്കുന്ന ഈ സ്ക്രിപ്റ്റ് ലിപി ആരാ ഉണ്ടാക്കിയത്? മിഷണറിയാ, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു.
ജർമ്മൻ ഗുണ്ടർട്ട് എവിടെ നിന്ന് വന്നു? ജർമ്മനിയിൽ നിന്ന് വന്നു. എന്നിട്ട് അനേകായിരം മിഷണറിമാർ ഇവിടെ വന്നു. എന്തിനാണ്? ഇവിടുത്തെ മാതൃഭാഷ വികസിപ്പിക്കുവാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, 1652 മാതൃഭാഷകളിൽ 230 മാത്രമേ ആധുനിക ലിപികളുള്ളൂ. അതെല്ലാം വികസിപ്പിച്ചത് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ്, ബൈബിൾ വിവർത്തകരാണ്, ക്രൈസ്തവ വേലക്കാരാണ്. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഞാൻ ഇതിൻ്റെ അകത്തുണ്ട്, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാവുന്നതാണ്. ഞാൻ ഇത് ഡോക്ടർ മൻമോഹൻ സിംഗിന് കൊടുത്തിരുന്നു. ദീർഘമായിട്ട് അദ്ദേഹമായിട്ട് ഞാൻ ചർച്ച ചെയ്തു. അദ്ദേഹം വളരെ അഭിമാനത്തോടാണ് പറഞ്ഞത്, ക്രൈസ്തവ മിഷണറിമാരുടെ സേവനത്തെ മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുന്നുവെന്ന്. അറിവുള്ളവർക്കറിയാം, ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾ, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനെയൊക്കെ തമസ്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു. അത് സാരമില്ല, ചെയ്യുന്നവർ ചെയ്യട്ടെ. എന്നാൽ സത്യം നാം പറഞ്ഞേ മനസ്സിലാകും. We need to enlighten ourselves and empower ourselves on what our contribution is to the nation. നവഭാരതം സൃഷ്ടിച്ചത് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഇവിടെ വന്ന ഇന്ന് ഇന്ത്യക്കാരായൊരുമില്ല ധാരാളം പേരാണ്. ഒന്ന്, ലിപികളുടെ ആധുനികവൽക്കരണം. 2, വ്യാകരണം നൽകിയത്. എല്ലാ ഭാഷയ്ക്കും വ്യാകരണമുണ്ട്. എന്നാൽ വ്യാകരണത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് നമുക്ക് പഠിക്കാവുന്ന രീതിയിൽ ശാസ്ത്രീയ പുസ്തകങ്ങൾ, ശാസ്ത്രീയമായ വ്യാകരണ പുസ്തകങ്ങൾ എല്ലാം തന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. 3, നിഘണ്ടുക്കൾ. മറ്റു ഭാഷകൾ പഠിക്കാനുള്ള വാക്കുകളുടെ അർത്ഥം തന്നെ നിഘണ്ടു. നിങ്ങൾക്കറിയാം, ഗുണ്ടർട്ടിൻ്റെ 3 വോളിയം നിഘണ്ടു എന്തൊരു ആധികാരിക ഗ്രന്ഥമാണെന്നറിയാമോ? ഇറ്റ്സ് ആൻ എൻസൈക്ലോപീഡിയ. എടുത്താൽ പൊങ്ങത്തില്ല. 3 കൊണ്ട് നിഘണ്ടു, അതൊക്കെ കാണേണ്ടതാണ്. പിന്നീടുണ്ടായ എല്ലാ നിഘണ്ടുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗുണ്ടർട്ടിൻ്റെ നിഘണ്ടുവാണ്. വിശദമായിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് വാങ്ങിക്കുന്നത് കുറച്ച് കോപ്പിയുള്ളൂ. ഇതെല്ലാം ഇവിടെ എത്തും. 10,000 കോപ്പി അടിക്കുന്നുണ്ട്. ഇവിടെ എത്തും. കേരളം മൊത്തം ഞാൻ വരാൻ പോവുകയാണ്. ഇന്ന് ഇന്ത്യ മൊത്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായി, ഡയബറ്റീസ് 27 വർഷമായി. എന്നാൽ ഇതൊരു ദൗത്യമാണ്. മരണം വരെ ഓടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഭാരതത്തെ ഭാരതമാക്കിയത് ബൈബിളാണെന്ന് ഉച്ചൈസ്വരം പ്രസ്താവിക്കുകയാണ് എൻ്റെ ദൗത്യം. വീഴുന്ന വരെ ഓടാൻ ഭാര്യ പറഞ്ഞിരിക്കുകയാണ്. ഓടും. ഇതാണ് കാരണം. ഈ അസത്യത്തിനെതിരായിട്ട് നമ്മൾ ശംഖനാഥം മുഴക്കിയേ മതിയാവൂ. ഭാരതീയ ഭാരതം ആരാണ് സൃഷ്ടിച്ചത്? അതുകൊണ്ട് ലിപി നൽകി, വ്യാകരണം നൽകി, നിഘണ്ടു നൽകി. 3, ഗദ്യം. പ്രിയ എഴുത്തച്ഛനായിരുന്നു മലയാളത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തെ ഞാൻ നമിക്കുകയാണ്. അദ്ദേഹം ചെയ്തു ധാരാളം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, എഴുത്തച്ഛൻ ഒരിക്കലും ഗദ്യം എഴുതിയിരുന്നില്ല. എഴുത്തച്ഛൻ കവിതയാണ് എഴുതിയിരുന്നത്. ഈ കേരളത്തിൽ ഗദ്യം ഉണ്ടായിരുന്നില്ല. ഒട്ടനേക ഭാഷയിൽ ഗദ്യം ഉണ്ടായത്. അതായത് പഴയ അല്പം ചെപ്പേടുകളിലും, ജയസിദേവ് സാറിനറിയാം, ചെപ്പേടുകളിലും ചെറിയ ചെറിയ ലിഖിതങ്ങളിലൊക്കെ അല്പമായ നാരായം കൊണ്ട് എഴുതിയ താളിയോല ലേഖനങ്ങൾ അല്പമായ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു. ഗദ്യം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ ഇന്നത്തെ രീതിയിലുള്ള ഗദ്യം ഇവിടെ ഒരു ഭാഷയിലും ഉണ്ടായിരുന്നില്ല. പ്രോസ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ്. ഒന്ന് ഓർത്തു നോക്ക്. ഇന്ന് എല്ലാവരും ചൊല്ല ഗദ്യമൊക്കെ അടിച്ച് കാച്ചി ഭാഷ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നല്ലോ. ആരാ ഗദ്യം ഉണ്ടാക്കുന്നത്? പ്രോസ് ഈസ് അവർ കോൺട്രിബ്യൂഷൻ. മലയാളത്തിലെ ആദ്യത്തെ പ്രോസ് എന്ന് പറയുന്നത് 1811 കൊറിയ പ്രസിലടിച്ച റംബാൻ ബൈബിൾ അല്ലെങ്കിൽ ബുക്കാനൻ ബൈബിൾ എന്ന് പറയപ്പെടുന്ന 4 സുവിശേഷമാണ്. അത് 5 കോപ്പിയേ ഉള്ളൂ. 5ാമത്തെ കോപ്പി ഞാൻ കണ്ടുപിടിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ അകത്തുണ്ട്. അതിപ്പോൾ മൈലപ്രായിൽ ജോർജ് ഘോഷ് മൈലപ്രായുടെ ബൈബിൾ മ്യൂസിയത്തിൽ 5ാമത്തെ കോപ്പി ഇവിടെയുണ്ട്. 1811 200 വർഷം മുമ്പ്, 210 വർഷം മുമ്പ് ഫിലിപ്പോസ് റംബാനും തിമ്മാപ്പിള്ളയും ഡോക്ടർ ബുക്കാനനും അവരും എല്ലാവരും കൂടെ ചേർന്നിട്ട് കേണൽ മൺട്രോയുടെ എല്ലാവരുടെ സഹായത്തോലാണ് ആദ്യത്തെ ഗദ്യം. ഇന്ത്യയിലടിക്കുന്ന ആദ്യത്തെ മലയാള പുസ്തകവും അതുതന്നെയാണ്. അപ്പോൾ ഗദ്യം എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രിബ്യൂഷനാണ്. ആൻഡ് അതുമാത്രമല്ല, ഇൻവേരിയബിളി എവരി പ്രോസ് ഇൻ എനി ലാംഗ്വേജ് ഈസ് എ പാർട്ട് ഓഫ് ദി ബൈബിൾ. ഗദ്യത്തിൻ്റെ എല്ലാ ഗദ്യ ഭാഷകളുടെയും ആദ്യത്തെ ഗദ്യം എന്ന് പറയുന്നത് ക്രൈസ്തവ മിഷണറിമാർ രചിച്ച ബൈബിളിൻ്റെ ഒരു ഭാഗമാണ്. അതിനായിട്ട് ഞാൻ അവരോട് നന്ദി പറയുകയാണ്. ദെൻ വാട്ട് അബൌട്ട് ലിറ്ററേച്ചർ? സാഹിത്യം. ഇവിടെ എന്തായിരുന്നു സാഹിത്യം ഉണ്ടായിരുന്നത്? പൊതുജനങ്ങൾക്ക് ഇവിടെ ഇതൊന്നും ഒക്കത്തില്ലായിരുന്നല്ലോ. ഇവിടെ സാഹിത്യം ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം. എന്നാൽ ദ ഫസ്റ്റ് നോവൽ, ദ ഫസ്റ്റ് ഡ്രാമ, the first biography, the first autobiography, the first in stylistics, first in history, ഇതെല്ലാം ഞാൻ ഇവിടെ ഇട്ടിട്ട് ഇതെല്ലാം എഴുതിയത് ആരാ? ക്രൈസ്തവ മിഷണറിമാരാണ്. ഇന്നലെ ശശി തരൂർ എൻ്റെ ഇതൊന്ന് ഓടിച്ച് നോക്കിച്ചു പോയായിരുന്നു. 1546 ആർണോസ് പാതിരി എഴുതിയ ഡിക്ഷണറിയുടെ കാര്യം ഞാൻ, ഗ്രാമർ പുസ്തകത്തിൻ്റെ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. 1546 ആർണോസ് പാതിരി. ശശി ചോദിച്ചു, ഇത് ശരിയാണോ? അതെ ശശി തരൂർ, ഇത് ശരിയാണ്. 1546 ഇവിടെ വന്ന് മലയാളം പഠിച്ച്, സംസ്കൃതം പഠിച്ച്, തമിഴ് പഠിച്ചിട്ട്, കന്നഡ പഠിച്ച്, തെലുങ്ക് പഠിച്ച് ഇതെല്ലാം ഉദ്ധരിച്ചത് ആരാണ്? ക്രൈസ്തവ മിഷണറിമാരാണ്. ഇത് സമ്മതിച്ചേ മതി. അതിൻ്റെ തെളിവുകളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഗദ്യം നമ്മുടെ സംഭാവനയാണ്. 3, ഇത് മാത്രം നാം എല്ലാം നാം സൃഷ്ടിച്ചു, സംഗതിയാ ശരിയാ. പക്ഷേ ഇതെല്ലാം എഴുതി ഷെൽഫിൽ ഇരുന്നാൽ മതിയോ? പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എവിടെയാണ് ഇവിടെ സ്കൂൾ തുടങ്ങിയത്?
ആരാ സ്കൂൾ തുടങ്ങി? സ്കൂളില്ലാതെ എങ്ങനെ വെക്കുന്നത്? ഇവിടെ സ്കൂൾ തുടങ്ങിയാൽ ആർക്കും താല്പര്യമില്ല. ഇവിടെ 3 ഭാഷകളുടെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു. ദേ വർ നോൺ ആസ് ക്ലാസിസിസ്റ്റ്, ഓറിയന്റലിസ്റ്റ് ആൻഡ് ഒക്സിഡന്റലിസ്റ്റ്. അതായത് ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഇന്ത്യയിലെ ഒരു ഭാഷകളും വികസിപ്പിക്കുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉറുദു, അറബിക്, പേർഷ്യൻ ഈ ഭാഷകളെ മാത്രം മതി എന്ന് പറഞ്ഞവരായിരുന്നു. അതുപോലെ സംസ്കൃത പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു സംസ്കൃതം മാത്രം മതിയെന്ന്. അവരെന്താ പറഞ്ഞതെന്ന് അറിയാമോ? ബാക്കി ഭാഷകൾ മ്ലേച്ഛമാണെന്ന് ഓർത്തു നോക്കണം. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം ഇതായിരുന്നു. സാധാരണക്കാരായ നാം ഉപയോഗിക്കുന്ന മലയാളവും തമിഴുമെല്ലാം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിയെല്ലാം മ്ലേച്ഛ ഭാഷയായിരുന്നു ഇവിടുത്തെ സംസ്കൃത നേതാക്കന്മാർക്ക്. അവർ മാത്രമല്ല, സംസ്കൃതം ബ്രാഹ്മണന്മാരുടെ കുത്തകയായിരുന്നു. ആ ബ്രാഹ്മണ കുത്തകന്മാർ അവരുടെ സ്വന്തം പെങ്ങന്മാരെയും അമ്മമാരെയും സംസ്കൃതം പഠിക്കാൻ അനുവദിച്ചിരുന്നില്ല. If a non-Brahmin is listening to Sanskrit slokas, molten lead should be poured into his ears. If a non-Brahmin is speaking Sanskrit slokas, his tongue should be cut out. അബ്രാഹ്മണന് ഒരു സംസ്കൃത ശ്ലോകം കേൾക്കുകയാണെങ്കിൽ ഈയം ഉരുക്കി അവൻ്റെ ചെവിയിൽ ഒഴിക്കണം. അബ്രാഹ്മണൻ സംസ്കൃത ശ്ലോകം ചൊല്ലിയാൽ അവൻ്റെ നേർക്ക് വീഴണം. ഇതായിരുന്നു ഭാരതം. പ്രിയപ്പെട്ടവരെ, എന്താ നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്? നമ്മുടെ കൾച്ചർ നമ്മൾ പുലമ്പുകയല്ലേ? എന്തായിരുന്നു കൾച്ചർ? എന്തായിരുന്നു ചെയ്തത്? BC നമ്മളെല്ലാം എവിടെ നിന്നാണ് വന്നത്? ഒരാരോപണം, നിങ്ങളെല്ലാം വിദേശീയരാണ്, നീ എല്ലാം വിദേശീയരാണ്, നീ അങ്ങ് പോയിക്കോളാൻ പറഞ്ഞു. എന്തൊരു അസംബന്ധമാണ്! ഈ നമ്മളെല്ലാം എവിടെ നിന്ന് വന്നവരാണ്? പുരാവസ്തു ഗവേഷകരാണെങ്കിലും ഭാഷാ പണ്ഡിതന്മാരാണെന്നുണ്ടെങ്കിലും ആർക്കിയോളജിസ്റ്റ്, ആന്ത്രപ്പോളജിസ്റ്റ്, ഇവരെല്ലാം പറയുന്നത് നമ്മളെല്ലാം വിദേശീയരാണ്. ശരിയാ, നമ്മളെല്ലാം വിദേശീയരല്ലേ? അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ബൈബിളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, ഒരു ക്രിസ്തീയ ഗ്രന്ഥമല്ല. ബൈബിൾ ഇസ് എ ഹിസ്റ്ററി ബുക്ക്, ചരിത്ര പുസ്തകമാണ്. ഭാവിയും ഭൂതകാലവും വർത്തമാനകാലവും വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇറ്റ്സ് എ ഗൈഡ് ബുക്ക്. ഐ കോൾ ഇറ്റ് ദ മേക്കേഴ്സ് മാനുവൽ ഫോർ മാൻകൈൻഡ്. And Bible is BIBLE, the basic instruction before leaving earth. It's a guidebook for us. നമുക്കൊരിക്കൽ മാനുവലാണ്. ചരിത്രത്തെ ശരിയായിട്ട് അപഗ്രഥിക്കാൻ കഴിയുന്ന ഏക പുസ്തകം, ആധികാരികമായ ഗ്രന്ഥം എന്ന് പറയുന്നത് ഇതാണ്. ഇത് വെറും കാൽപ്പനികമല്ല, ഇത് വെറും ആശയം, മനുഷ്യൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമല്ല. ഇത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. ഇത് സത്യമാണ്. ദിസ് ഇസ് ദ ഇൻസ്പയർഡ്, ഇൻഫാലിബിൾ, ഇന്നറന്റ്, ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ട്രൂത്ത്. ഇത് സത്യമാണ്. ഇത് ചരിത്ര സത്യമാണെന്നൊരു സംശയമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം എല്ലാം വിദേശീയരാണ് എന്ന് പറഞ്ഞാൽ BC 2500-ലോ 2000-ലോ ആദ്യമേ ഒരു കൂട്ടർ ഇവിടെ വന്നു. സിന്ധു നദിയുടെ തീരത്ത് വന്നു. അവരുടെ പേര് ഡ്രവീഡിയൻസ് അല്ലെങ്കിൽ മെഡിറ്ററേനിയൻസ് എന്നാണ്. അവരെല്ലാം ഷേം, ഹാം, യാഫേത്തിൻ്റെ മക്കളാണ്. നാം എല്ലാവരും ഷേം, ഹാം, യാഫേത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് മിസ്റ്റർ ട്രംപ് എൻ്റെ കസിനാ, പിണറായി എൻ്റെ കസിനാണ്, നരേന്ദ്രമോദി എൻ്റെ കസിനാണ്. നമ്മളെല്ലാം കസിൻസാണ്. നമ്മളും വഴക്കൊട്ടാക്കേണ്ട ആഗ്രഹമില്ല. We are all cousins, irrespective of what you believe, what you follow. We are all cousins. We are all children of Shem, Ham and Japheth. അതാണ് ചരിത്രം. അപ്പോൾ BC 2500-ൽ ആര് വന്നു? ദ്രവീഡിയൻസ് ഇവിടെ വന്നു. BC 1000-ലും 1500-ലും ആര് ഇവിടെ വന്നു? ഇവിടെ ആര്യാസ് കെയും. അവരും ഷേം, ഹാം, യാഫത്തിൻ്റെ മക്കളാണ്. ആര്യാസ് ദ്രവീഡിയൻസുമായി വിവാഹം നടന്നു. അവരെ ഇൻഡോ ആര്യൻസ് എന്ന് പറയും. അതിനുശേഷം 20 more ethnic groups came to India. 20-ലധികം എത്നിക് ഗ്രൂപ്പ്സ് ഇവിടെ വരികയുണ്ടായി. അങ്ങനെ ഇന്ത്യൻസ് ആർ എ പോട്ട്പൂരി ഓഫ് ഫോറിനേഴ്സ്. നാം എല്ലാം വിദേശീയരാണ്. അതുകൊണ്ട് എടാ ക്രിസ്ത്യാനി നീ വിദേശീയനാണ്, മുസ്ലിം നീ വിദേശീയനാണെന്ന് പറഞ്ഞിട്ട് നമുക്കെതിരായിട്ട് കല്ലെറിയുന്ന ഈ അസംബന്ധം നിർത്തിയാൽ മതിയാവും. നാം എല്ലാം വിദേശീയരാണ്. 2, ഭാഷ. വേറൊരു അസംബന്ധം ഇവിടെ പറഞ്ഞുകൊണ്ടിടെ നടക്കുന്നത് സംസ്കൃതം ഭാരതീയൻ ഉണ്ടാക്കിയതാണ്. സംസ്കൃതമാണ് ഭാരത ഭാഷകളുടെ എല്ലാം അമ്മ. സംസ്കൃതത്തിൽ നിന്നാണ് ഭാഷയെല്ലാം ഉരുത്തിരിഞ്ഞത്. ഈ ഭാഷയെല്ലാം എവിടെ നിന്നാണ് ഉണ്ടായത്? ചരിത്രത്തിൽ തിരിഞ്ഞു നോക്കണം. ഇപ്പോഴത്തെ ഞാൻ ഭാഷാശാസ്ത്രമാണ് എൻ്റെ വിഷയം. ഭാഷാശാസ്ത്രന്മാർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് 32 തിയറീസ് ഉണ്ട് ഭാഷകൾ എങ്ങനെയാണ് ഉണ്ടായത്. എന്നാൽ ഫാക്റ്റ് അവർ തന്നെ പറയുന്നത് ഈ ഭാഷയെല്ലാം ഒന്നിൽ നിന്നാണ് വന്നത്. അതെവിടെ നിന്നാണ് അവർ പറയുന്നത്? ഒന്നിൽ നിന്നാണ്. അതിന് വേദപുസ്തകത്തിൽ ബൈബിൾ പോയാലേ ഒക്കത്തുള്ളൂ. ബൈബിൾ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഒരൊറ്റ ഭാഷയുണ്ട്, ബാബേലിൽ നിന്നാണ് ബാക്കിയെല്ലാം വന്നത്. ഇതൊക്കെ ചരിത്ര വസ്തുതയാണ്. ഈ ചരിത്ര വസ്തുത സത്യമായിട്ട് സ്വീകരിക്കാൻ നാം മടിക്കുന്നത് ബൈബിൾ മതപുസ്തകമാണെന്ന് മാറ്റിയതുകൊണ്ട് അത് മാറ്റണം. മതമായ കാര്യങ്ങൾ, മനുഷ്യനെ ആത്മീയ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, അതിന് സംശയമില്ല. എന്നാൽ അതുകൊണ്ട് ചരിത്രത്തെ അത് നിഷേധിക്കുന്നില്ല ഒരിക്കലും. അപ്പോൾ ഒരു ഭാഷയിൽ നിന്ന് ഇതെല്ലാം ഉരുത്തിരിഞ്ഞത്. ഇന്ന് ലോകത്തിൽ 7906 ഭാഷകളുണ്ട്. 796 ഭാഷകളും എല്ലാം ഒരു ഭാഷയിൽ നിന്നാണ് വന്നത്. അതിനെല്ലാം കൂടെ ഏകദേശം 10 ലിംഗ്വിസ്റ്റിക് ഫാമിലീസ് ഉണ്ട്, ഭാഷാ കുടുംബങ്ങൾ.
ആ ഭാഷാ കുടുംബത്തിൽ ഒന്നാണ് വൺ ഓഫ് ദി ലിംഗ്വിസ്റ്റിക് ഫാമിലീസ് നോൺ ആസ് ഇൻഡോ ആര്യൻ ഫാമിലി. അതിൽ തന്നെ 1200 ഭാഷകളുണ്ട്. അതിലൊന്നാണ് സംസ്കൃതം. ഇന്ത്യക്കാരൻ്റെ കണ്ടുപിടുത്തമല്ല. സംസ്കൃതം ഈസ് വൺ ഓഫ് ദി ഇൻഡോ ആര്യൻ ലാംഗ്വേജ്, ദാറ്റ്സ് ഓൾ, ആൻഡ് ദാറ്റ്സ് നോട്ട് ദി മദർ ഓഫ് ലാംഗ്വേജ്. ഈയിടെ ഒരു മന്ത്രി പറഞ്ഞു ഗ്രീക്കും ലാറ്റിനും ഒക്കെ നമ്മുടെ സംസ്കൃതത്തിൽ നിന്നാണ് വന്നത്. നേരെ തിരിച്ചാണ്. ഇൻഡോ ആര്യൻ ഭാഷകളിലെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഗ്രീക്കും ലാറ്റിനും എല്ലാം. അതുകൊണ്ടാണ് ഏകദേശമുള്ള സാമീപ്യം നമുക്ക് ലഭിക്കുന്നത് എന്നേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ സംസ്കൃതം ബ്രാഹ്മണന്മാർ എന്താ ചെയ്തത്? അവരിവിടെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ജനങ്ങളെ ജാതികളായിട്ട് മാറ്റി. പറഞ്ഞു ബ്രാഹ്മിൻസ് ആർ ബോൺ ഫ്രം ദി ഹെഡ് ഓഫ് ബ്രഹ്മ, ക്ഷത്രിയാസ് ഫ്രം ദി ഷോൾഡർ, വൈശ്യാസ് ഫ്രം ദി തൈ, ആൻഡ് ശൂദ്രാസ് ഫ്രം ദി ലെഗ്സ്, ആൻഡ് ചണ്ടാളസ് ഫ്രം ബിലോ. മനുഷ്യനെ ജാതിയായിട്ട് മറ്റു ജാതിയായിട്ട് പിരിച്ചു. മാൻ ഈസ് ബോൺ അൺഈക്വൽ എന്ന് പറഞ്ഞു. അവന് മനുഷ്യൻ ഒരേ സ്വഭാവം ഒരേ സമാനമല്ല എന്ന് പറഞ്ഞു കൊടുത്തു. മനുഷ്യർ തമ്മിൽ വിവിധ തട്ടുകളാക്കി മാറ്റി. ബ്രാഹ്മണന്മാർ പറഞ്ഞു ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച സംസ്കൃതം മറ്റാർക്കും ഒക്കത്തില്ല, ഞങ്ങൾക്ക് മാത്രം, ഞങ്ങൾക്ക് പുരുഷന്മാർക്കേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ബ്രാഹ്മണനല്ലാത്തവനെ ഇത് വായിക്കാൻ സമ്മതിച്ചില്ല. ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്ന് ബ്രാഹ്മണന്മാർ വന്നു, ക്ഷത്രിയന്മാർ തോളിൽ നിന്ന് വന്നു, വൈശ്യന്മാർ തുടയിൽ നിന്ന് വന്നു, ശൂദ്രന്മാർ കാലിൽ നിന്ന് വന്നു, ചണ്ടാളന്മാർ അതിൻ്റെ കീഴിൽ നിന്ന്. അതെവിടാന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെയോട്ട് തന്നെ ചോദിക്കണം, അവർക്ക് തന്നെ അറിയത്തില്ല. ഇങ്ങനെ ജാതികളായി തിരിച്ചുകൊണ്ട് ജനത്തെ അടിച്ചമർത്തി അടിമത്തത്തിലാക്കിയിരുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിലുണ്ടായിരുന്നത്. വി വർ ടോട്ട് ദാറ്റ് വി വർ ബോൺ അൺഈക്വൽ. എന്നാൽ അവിടെ എന്തു പറഞ്ഞു? അവിടെയാണ് ക്രൈസ്തവ മിഷണറി പറഞ്ഞത് നോ, മാൻ ഈസ് ബോൺ ഈക്വൽ. മനുഷ്യനെ തുല്യനായി ദൈവത്തിൻ്റെ സ്വഭാവത്തിലും സൃഷ്ടിയിലും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അന്യോന്യം സ്നേഹിക്കണം. വി ബ്രോട്ട് ഡിഗ്നിറ്റി ടു മാൻ കൈൻഡ്. ബ്രാഹ്മണെന്നോ അധകൃതനെന്നോ ചണ്ടാളനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ദൈവ സൃഷ്ടിയിലായവരാണ്. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും കരുതുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അതായിരുന്നു ക്രൈസ്തവ മിഷണന്മാരിവിടെ ചെയ്തത്. അപ്പോൾ ഭാഷ വികസിപ്പിച്ചു. അപ്പോൾ മ്ലേച്ഛമാണ് എന്ന് പറഞ്ഞ ഭാഷകളെ, മാതൃഭാഷകളെ നവീന ഭാഷകളാക്കി മാറ്റി ഉരുത്തിരിഞ്ഞ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അധ്വാനിച്ചത് ക്രൈസ്തവ മിഷന്മാരാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡെവലപ്പ് ഇന്ത്യൻ ലാംഗ്വേജസ്. ദ സാൻസ്ക്രിറ്റിസ്റ്റ് വെർ നോട്ട് ഇൻട്രസ്റ്റഡ്, ബട്ട് ക്രിസ്ത്യൻ മിഷണറീസ് വെർ ഇൻട്രസ്റ്റഡ്. വില്യം കേരി വലിയ സമരമുണ്ട്. ഞാൻ അതിൻ്റെ 10 പേര് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വലിയ സംഘർഷം നടന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റും മിഷണറിമാരും ബ്രാഹ്മണന്മാരും തമ്മിൽ വലിയ സംഘർഷമുണ്ടായി. ഒരു പോളിസി ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചു. മിഷണറിമാർ പറഞ്ഞു 3 ഭാഷ നമ്മൾ സംസ്കൃതം പഠിപ്പിക്കണം, ഇംഗ്ലീഷ് പഠിപ്പിക്കണം, മാതൃഭാഷ ഡെവലപ്പ് ചെയ്യണം. മാതൃഭാഷ ഡെവലപ്പ് ചെയ്യാൻ ഒരൊറ്റ ഇന്ത്യക്കാരനുണ്ടായിരുന്നില്ല. ഇവിടെ സംസ്കൃതത്തെപ്പറ്റി ഞാൻ വീണ്ടും പറയട്ടെ. സംസ്കൃതം ഒരു ഇന്ത്യക്കാരനും അത് ഉദ്ധരിക്കുവാൻ താല്പര്യം. അത് മരിച്ചതാണ്. Dead Sanskrit is revived by Christian missionaries. സംസ്കൃതത്തെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് വില്യം കേരിയും മാക്സ് മുള്ളറും ഒക്കെയാ. അതൊക്കെ അറിയാവുന്ന കാര്യമാണ്. സംസ്കൃതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയവരാണ്. ഇന്ന് മഹാഭാരതം, മറ്റ് പുസ്തകങ്ങൾ എല്ലാം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാ? ക്രൈസ്തവ മിഷണറിമാർ. ഒറ്റ ബ്രാഹ്മണനും ഇവിടെ ഉണ്ടായിരുന്നില്ല. ക്രൈസ്തവ മിഷണറിമാരാണ് ഇന്ന് ലോകത്തിന് സംസ്കൃത പുസ്തകങ്ങൾ, ഇന്ത്യയുടെ മഹത്തായ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നിട്ടിപ്പോൾ നമുക്കെതിരായിട്ട് ചീത്ത വിളിക്കാം. ഇത് നിർത്തണം. നമ്മൾ ചെയ്തത് നമ്മൾ എങ്ങനെയായെന്ന് നാം മനസ്സിലാക്കിയേ മതിയാവും. ഈ പുസ്തകം വായിക്കാം. ഓക്കെ, സംസ്കൃതം നാം ഡെവലപ്പ് ചെയ്യുക. അതുപോലെ ബാക്കി എല്ലാ ഭാഷകൾക്കും നാം വ്യത്യാസങ്ങൾ വരുത്തി. സ്കൂളുകൾ തുടങ്ങി. മറ്റുള്ളവരെ സ്കൂളിൽ പഠിപ്പിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നു. നമുക്ക് സ്കൂളുണ്ടായിരുന്നു. നാം വളരെ പുലമ്പുന്ന ഒരു കാര്യമാണ്. നമുക്ക് തക്ഷശിലയും നളന്ദയും ഉണ്ടായിരുന്നു. സമ്മതിച്ചു. പക്ഷേ നളന്ദയും തക്ഷശിലയും എവിടെ? നാമാവശേഷമാണ്. പക്ഷെ അതെന്തായിരുന്നു? അതെല്ലാം ബുദ്ധമത കേന്ദ്രങ്ങളായിരുന്നു. റിലീജിയസ് സെൻറ്റേഴ്സ് ആയിരുന്നു. തക്ഷശില, നളന്ദ റിലീജിയസ് ടീച്ചിങ് സെൻറ്റേഴ്സ്. മദ്രസകൾ ഉണ്ടായിരുന്നു. അതെല്ലാം മതപരമായിരുന്നു. ടോൾ സ്കൂൾസ് ഉണ്ടായിരുന്നു. ബ്രാഹ്മണന്മാരെ മാത്രം പഠിപ്പിക്കുന്നതായിരുന്നു. ഇവിടുത്തെ നല്ല അധ്യാപന കേന്ദ്രങ്ങളെല്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളായിരുന്നു. മറ്റാരെയും അവിടെ ചേരാൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ അതിൻ്റെ മധ്യത്തിലാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇവിടെ സ്കൂൾ കൊണ്ടുവന്നത്. ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് സാന്റാഫേ സ്കൂൾസ് 1560 ഗോവയിൽ തുടങ്ങിയതാണ്. പിന്നെ ഇന്ത്യ മൊത്തം സ്കൂളിൽ തുടങ്ങി. പെൺകുട്ടികൾക്ക് ആദ്യത്തെ സ്കൂള് 1805 കൽക്കട്ടയിൽ വില്യം കേരിയാണ് ചെയ്തത്. ഇതാണ് ഇവിടുത്തെ ചരിത്രം. ആദ്യത്തെ സ്കൂൾ തുടങ്ങി. സോ ഭാഷ വികസിപ്പിച്ചു. പിന്നെ ചരിത്രം പുസ്തകങ്ങൾ എഴുതി. നമുക്ക് നാടകങ്ങൾ, ബയോഗ്രഫീസ്,
ഓട്ടോബയോഗ്രഫീസ്, നോവൽ, ഇതെല്ലാം എല്ലാ ഭാഷകളിലും ആദ്യത്തേത് ക്രൈസ്തവ മിഷന്മാർ. അതിൻ്റെ എല്ലാ തെളിവുകളും ഇവിടെയുണ്ട്. ഇവിടുത്തെ ഗവേഷണം ശരിയായിട്ട് നടത്തിയാൽ നമുക്ക് ലഭിക്കാൻ കഴിയും. പൈനിയേഴ്സ്, അവർ അഗ്രഗാമികളായിരുന്നു, മുൻഗാമികളായിരുന്നു, അവരത് നടത്തുകയുണ്ടായി. അടുത്തത് സ്കൂളുകൾ തുടങ്ങി. കോളേജുകൾ ആരാ തുടങ്ങിയത്? ഈ ക്രൈസ്തവ മിഷന്മാർ. ഇന്നും 82% of all the education in India is 82% is managed by Christians and Christian servants. 82%. 87% of health and health education is done by Christian servants. ഇതാണ് ചരിത്രം. അടുത്തത് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഇവിടെ ആരാ തുടങ്ങിയത്? ഇന്ന് 200 വർഷമായാണ് ഈ വർഷം. ആദ്യത്തെ യൂണിവേഴ്സിറ്റി, ദ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വില്യം കേരി ഇൻ 1818 ഇൻ സെറാംപൂർ. ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ ദി മോഡൽ ഓഫ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹി എസ്റ്റാബ്ലിഷ്. ഞാൻ ഡിസംബറിൽ അതിൻ്റെ വലിയ 200-ാം വർഷം വാർഷികത്തിന് ഞാൻ പോകുന്നുണ്ട്. 200 വർഷമായി. 200 വർഷം മുമ്പ് ഇവിടെ എവിടെയുണ്ട്? ക്രൈസ്തവ മിഷന്മാരെ വളരെ സ്വാഗതം ചെയ്ത കേരളത്തിൻ്റെ അഭിമാനമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കേരളം ഇന്ന് 100% സാക്ഷരതയായത്. കേരളം ഇന്ന് ലൈഫ് സ്റ്റൈൽ ഇൻഡെക്സ് കേരള ഇസ് നമ്പർ 1. വൈ? ബിക്കോസ് ക്രിസ്ത്യൻ മിഷണറീസ് ലേബേർഡ് ആൻഡ് ദേ ഗേവ് ദെയർ ലൈഫ്. അവരുടെ ജീവിതം ഇവിടെ നൽകി. അനേകം മിഷണന്മാർ ഇവിടെ വന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്രബുദ്ധമായ കേരളമായിട്ട് മാറിയത്. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനും ഒരു കമ്മ്യൂണൽ ഡയറ്റ് ഇല്ലാതെ കാര്യങ്ങൾ നീങ്ങാൻ നമുക്ക് കഴിയുന്നത്. ഇങ്ങനെ ഉദ്ബുദ്ധമായ ഒരു ജനതയെ വാർത്തെടുക്കുവാൻ നമ്മുടെ സേവനത്തിന് ഇടയായി എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി തുടങ്ങി. അടുത്തത് ഇതെല്ലാം തുടങ്ങി. പക്ഷേ പഠിക്കാൻ പുസ്തകം വേണ്ടേ? പുസ്തകം ഒന്ന് അച്ചടിക്കണ്ടേ? ഇവിടെ അച്ചടി ഉണ്ടായിരുന്നോ? ഇല്ല. 1556 ആദ്യമായിട്ട് ഗോവയിൽ ജസ്വിറ്റ് മിഷണറിമാരാണ് ഇവിടെ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവരുന്നത്. വിശദമായിട്ട് ലേഖനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. 1556 ഞാൻ അവിടെ പോയിട്ടുണ്ട്. 450 വർഷത്തെ ഒരു സെലിബ്രേഷന് ഞങ്ങൾ അവിടെ പോയി. ഞങ്ങൾ 20 എഴുത്തുകാരവിടെ പോയി. വിവിധ ലേഖനങ്ങൾ ഞാൻ ഹിന്ദു പത്രത്തിലും ഒക്കെ എഴുതി. ഗവർണർ ഞങ്ങളെ ഡിന്നറിന് വിളിച്ചു. വളരെ ഭംഗിയായ ഒരു സെലിബ്രേഷൻ നടക്കുകയുണ്ടായി. ഹിന്ദു പത്രത്തിൽ 450 വർഷത്തെ ചരിത്രത്തെ അധികരിച്ച് ഞാനൊരു ലേഖനം എഴുതി. ഒരു ഹാഫ് പേജ് ലേഖനം ഉണ്ടായിരുന്നു. എൻ്റെ അടിയിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ എനിക്കൊരു ഇമെയിൽ അയച്ചു. യു സ്റ്റിൽ ലിക്ക് ദ ഫീറ്റ് ഓഫ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരൻ്റെ പാത നക്കിയാണ് നീ എന്ന് ഇപ്പോൾ എഴുതി. ഞാൻ എന്നിട്ട് വിശദമായിട്ട് എഴുതി. ഗോവയിൽ ചെന്നാൽ അറിയാം, ആദ്യത്തെ പ്രിന്റ് പ്രസ് കൊണ്ടൊന്നുമല്ല, ഗവൺമെൻറ് റെക്കോർഡുണ്ട്. ആ സ്ഥാനം ഇന്ന് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ അത് സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളതാണ്. നീ അവിടെ പോയാൽ കാണാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, സർ, യു ഹാവ് മെയ്ഡ് ദിസ് അൺഫൗണ്ടഡ് അലിഗേഷൻ അഗൻസ്റ്റ് മീ ഇൻ ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിച്ച് വി ടോട്ട് യു. അടിസ്ഥാനരഹിതമായ ഈ ആരോപണം എനിക്ക് മേൽ നീ ഉപയോഗിച്ചത് നല്ല മനോഹരമായ ഇംഗ്ലീഷ് ഭാഷയിലാണ്, ഞങ്ങൾ പഠിപ്പിച്ച ഇംഗ്ലീഷ് ഭാഷ. അതിന് വിളിക്ക് പിന്നെ മറുപടിയില്ല. ശരിയല്ലേ? നമ്മൾ നല്ലവരാക്കിയ ജനം ഇന്ന് നമുക്കെതിരായിട്ട് കല്ലെറിയുകയാണ്. ഇതിനി ഞാൻ സമ്മതിച്ചു കൊടുക്കാൻ ഒക്കുകയില്ല. അടി വരട്ടെ, ഏറി വരട്ടെ, ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ സത്യത്തിന് വേണ്ടി നിന്നിട്ട് ഛേദം വന്നാലും നമുക്കത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. പ്രിന്റിംഗ് പ്രസ് ഇവിടെ കൊണ്ടുവന്നു. അത് മാത്രമല്ല, 1556 ധാരാളം പ്രിന്റിംഗ് പ്രസ്സുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ വന്നു. 1700 സീഗൻ ബാൾഗ് തരംഗംപാടിയിൽ കൊണ്ടുവന്നു. 1800 വില്യം കേരി സെറാംപൂരിൽ കൊണ്ടുവന്നു. ഇന്ത്യ മൊത്തം ഒന്ന് ഓർത്തണം, 200-250 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മൊത്തം പ്രിന്റിംഗ് കൊണ്ട് വിറച്ചു. ജനത്തെ അക്ഷരാഭ്യാസമുള്ളവരാക്കി. ജനത്തിന് വായിക്കുവാൻ നമുക്ക് പുസ്തകങ്ങൾ നൽകി. താളിയോല ഗ്രന്ഥമൊക്കെ മാറി. മനുഷ്യൻ പേപ്പറുകൾ വായിക്കാൻ തുടങ്ങി. നീ ഒന്നും വായിക്കരുത്, നീ ഒന്നും തുടരുത്, നീ ഒന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ നമ്മളെ അടിമകളാക്കിയ കാലത്ത് ക്രൈസ്തവ മിഷണറിമാർ വന്ന് ജനത്തെ അവരുടെ മനസ്സിന് വികാസം നൽകി, ഭാരതത്തെ ഭാരതമാക്കി, പ്രബുദ്ധമാക്കി, നവോത്ഥാനത്തിന് തിരികൊളുത്തിയാണ് അവർ ചെയ്തത്. നിസ്സാര കാര്യമൊന്നുമല്ല. ഇന്നിങ്ങനെ ഒരു കോൺഫറൻസ് കൂടുവാനുള്ള കാരണം അതാണ്. ഇന്ത്യ മൊത്തം ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിയും ഞങ്ങൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ട. ഇവിടെ മൈനോറിറ്റികളെ ഇവിടെ ബഹളമൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നവരല്ല. ഇന്നലെ ശശിധരനോട് അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ കല്ലെറിയുന്നത്? ഞങ്ങളിവിടെ ഒന്നും കല്ലെറിയാൻ ചെയ്തിട്ട്, ഞങ്ങൾ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നന്മ ചെയ്ത ദൈവത്തിൻ്റെ മക്കളാണ് ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നു. പിന്നെ പത്രം വേണ്ട. ഇവിടെ പത്രം ഉണ്ടായിരുന്നു. ഇന്നിവിടെ എത്ര പ്രസിദ്ധീകരണങ്ങളാ? മനോരമ, മാതൃഭൂമി, മംഗളം, മാധ്യമം, ഇതുമാത്രം പത്രങ്ങൾ ഇവിടെ അല്ലേ? എന്തുമാത്രം പത്രങ്ങളുണ്ട്. 26 ലക്ഷം ഉണ്ടെന്നാണ് പറയുന്നത്. മനോരമ മറ്റേത് 22, 13 ലക്ഷം, ഇങ്ങനെയൊക്കെയുണ്ട്. എന്തുമാത്രമുണ്ട്. ദൈനിക് ഭാസ്കർ, ദൈനിക് ജാഗരൺ 36 ലക്ഷം, ടൈംസ് ഓഫ് ഇന്ത്യ 38 ലക്ഷം ഓരോ ദിവസമാണ്. ഇതൊക്കെ ആരാ ഇതിൻ്റെ ആദ്യം തുടങ്ങിയത്? ആരാ? ഇംഗ്ലീഷിൽ
ബംഗാൾ ഗസറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം 3 പത്രങ്ങളാണ് ഫസ്റ്റ് പ്രാദേശിക പത്രം. വള്ളിക്കാവ് അതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞാൻ വിശദമാക്കാൻ പറഞ്ഞു പോവുകയാണ്. ആദ്യത്തെ പത്രം ദിഗ്ദർശൻ ആൻഡ് സമാചാർ ദർപ്പൺ, ദെൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ബംഗാളിയിലും ഹിന്ദുസ്ഥാനിയിലും ഇംഗ്ലീഷിലും 3 പത്രങ്ങളാണ് ഇറക്കിയത് 1818. അതിൻ്റെ 200 വർഷമാണ് ഈ വർഷം. ഞാൻ കൽക്കട്ടയ്ക്ക് പോകുന്നുണ്ട്. ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഇന്നത്തെ സ്റ്റേറ്റ്സ്മാൻ ന്യൂസ് പേപ്പർ നിങ്ങൾ എടുത്തു നോക്കുക. അതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ മാസ്റ്റേഡിൽ നോക്കിയാൽ അറിയാം, ഫ്രണ്ട് ഓഫ് ഇന്ത്യ 1818. മിസ്റ്റർ വില്യം കേരിയും ജോഷുവ മാർഷ്മാനും വില്യം വാർഡും കൂടെ തുടങ്ങിയാണ് സറാംബാർ മിഷന്മാർ തുടങ്ങി. ഇതാണ് ചരിത്രം. ഇന്നത്തെ സകല പത്രങ്ങളുടെയും ആദ്യമായിട്ട് നാന്ദിയായിട്ട് ക്രൈസ്തവ മിഷന്മാർ തുടങ്ങിയ പത്രമാണ്. ഇന്ന് ദേശമെല്ലാം പത്രങ്ങൾ എന്ന് പറഞ്ഞത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഞാൻ ഈയിടെ അർണാബ് ഗോസ്വാമി അങ്ങനെ ഒരു പറയായിരുന്നു, ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരായിട്ട് അങ്ങ് എഴുതുകയാണ്, ഒരൊറ്റ ഒന്ന് അത് ചെയ്യാണ്. എന്നാൽ ഈ അമേരിക്കൻ മിഷൻ പ്രസ്സുമായിട്ട് യോജിച്ചാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ടായത്. ഇതിപ്പം മനസ്സിലാക്കുന്നോ? ഇതാ ഞാൻ പറഞ്ഞത്, സത്യത്തെ തമസ്കരിക്കുകയാണ്. ഇത് വെച്ചുകൂടാ, ഇത് സമ്മതിക്കാൻ നോക്കുകയില്ല. ഇപ്പോൾ ധാരാളം പത്രങ്ങളുടെ നാന്ദി അതിൻ്റെ ആരംഭം കുറിച്ച് ക്രൈസ്തവ മിഷന്മാർ. ഞാൻ എൻ്റെ സമയമായി ഞാൻ നീങ്ങുകയാണ്, അല്പം കൂടെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഭാഷ നമ്മൾ വികസിപ്പിച്ചു, ഗ്രാമർ തന്നു, നിഘണ്ടുക്കൾ തന്നു, ഗദ്യം തന്നു, പ്രിൻറ്റിംഗ് പ്രസ് തന്നു, പത്രങ്ങൾ തന്നു, മാസികകൾ തന്നു. അതുകൊണ്ട് എന്താണുണ്ടായത്? മനുഷ്യരെ പ്രബുദ്ധരാക്കി. പല സെമിനാറുകൾ ഇവിടെ നടക്കുന്നുണ്ട്. സാമൂഹിക സാമ്പത്തിക നവോത്ഥാനത്തിന് നാം തിരികൊളുത്തുകയാണ് ചെയ്തത്. സതി നിർത്തലാക്കിയത് ആര്യാ? രാജാറാം എഗ്രി ചെയ്തു. എനിക്കൊരു പ്രയാസവുമില്ല. അദ്ദേഹം രാജാറാം മോഹൻ റോയ് ഇവിടെ ഒത്തിരി അധ്വാനിച്ചു. വില്യം കേരിയുടെ കൂടാണ്. അയാൾ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പഠിച്ച ആളാണ്. വില്യം കേരിയുടെ വലിയ സ്നേഹിതൻ. എല്ലാ ദിവസവും വീട്ടിൽ ചെല്ലുമായിരുന്നു. അതുകൊണ്ട് വില്യം കേരിയോട് കൂടെ ചേർന്ന് ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് വലിയ ശ്രീ ജെ.സി. ദേവ് സാറൊക്കെ സംസാരിക്കാൻ പോവുകയാണ്. അത് നടത്തിയ ആളാണ്. എന്നാൽ ഈ വില്യം കേരി ഫോർട്ട് വില്യം കോടതിയിൽ 6 സെമിനാറുകളാണ് 1800-നും 1820-നും ഇടയ്ക്ക് നടത്തിയത്. ഇതിനെതിരായിട്ടാണ് 2 കാര്യങ്ങൾ. ഒന്ന്, എഗൻസ്റ്റ് ഇൻഫൻറ്റിസൈഡ്, എഗൻസ്റ്റ് സതിക്കും ശിശുഹോമത്തിനും എതിരായിട്ടുള്ള സമരം അവർ ചെയ്ത് 6 സെമിനാറുകൾ നടത്തി. തൻ്റെ 3 പത്രങ്ങളും വളരെ ശക്തമായിട്ട് തൻ്റെ തൂലിക ഇതിനെതിരായിട്ട് താൻ ചലിപ്പിക്കുകയുണ്ടായി. ദാറ്റ്സ് വാട്ട് ഹി ഡിഡ്. അങ്ങനെ സതി നിർത്തലാക്കി. രാജാറാമോയെ പേരെടുക്കട്ടെ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ക്രൈസ്തവ മിഷന്മാർ ദേ നെവർ ഡിഡ് എനിത്തിങ് ഫോർ നെയിം, ഫെയിം ഓർ ഫോർച്യൂൺ. ദേ ഡിഡ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് നേഷൻ. പണത്തിനോ സമ്പത്തിനോ ആദരവിനോ ആയിട്ടൊന്നുമല്ല അവർ അത് ചെയ്തത്. ദേ ഡിഡ് ഫോർ ബിക്കോസ് ഓഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. വില്യം കേരി ഇവിടെ ഉണ്ടായിരുന്നു. 42 വർഷം അദ്ദേഹം ഇവിടെ താമസിച്ചു. 41 ഭാഷകൾ വികസിപ്പിച്ചു. ഇന്ത്യക്ക് 23 ഐറ്റംസ് പുള്ളി നൽകുകയുണ്ടായി. ഭാരതത്തിലെ ഹി ഈസ് ദ ഫാദർ ഓഫ് ദ റിനൈസൻസ് ഓഫ് ഇന്ത്യ. വില്യം കേരിയാണ് ഫാദർ ഓഫ് ദ റിനൈസൻസ് ഓഫ് ഇന്ത്യ. ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ശില്പി എന്ന് പറയുന്ന വില്യം കേരിയാണ്. വില്യം കേരി ക്രിസ്തുവിനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ അവഗണിക്കുന്ന ഒരു ദുസ്ഥിതിയാണ് ഇവിടെയുള്ളത്. അത് മാറിയേ മതിയാവും. നന്മ ചെയ്തവനെ നന്മ ചെയ്തവനായിട്ട് അംഗീകരിച്ച് നന്ദി പറയുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. ഇന്ന് നാം പറഞ്ഞ പോലെ വികാസം 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 എന്ന് പറയുന്നത് വാക്കുകളിലും പ്രകമ്പനങ്ങളിലും പഠനങ്ങളിലും ഒതുങ്ങാനുള്ള വികാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വികാസമാണ്. മനുഷ്യൻ്റെ ബൗദ്ധികമായ വികാസം, ഭൗതികമായ വികാസം, മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ള വികാസം, അതിന് തിരികൊളുത്തിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. അപ്പോൾ ഡോക്ടർ അലക്സാണ്ടർ ഡഫ്, ഡോക്ടർ വില്യം കേരി മരിക്കാറായപ്പോൾ തൻ്റെ റൂമിലേക്ക് ചെന്നു. വളരെ മരിക്കാറായി കിടക്കുകയാണ്. ഡോക്ടർ അലക്സാണ്ടർ ഡഫ് ഒരു കാര്യം പറഞ്ഞു, ഡോക്ടർ വില്യം കേരി, യു ഹാവ് ഡൺ സോ മച്ച് ഫോർ ഇന്ത്യ. 3 പ്രാവശ്യം പറഞ്ഞു. ആ 3ാമത്തെ പ്രാവശ്യം വില്യം കേരി തൻ്റെ കണ്ണുകൾ ഇങ്ങനെ തുറന്നിട്ട് സ്വരത്തിൽ പറഞ്ഞു, ഡോക്ടർ കേരി, യു ഹാവ് ഡൺ സോ മച്ച് ഫോർ ഇന്ത്യ. അപ്പോൾ വില്യം കേരി വളരെ താണ സ്വരത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഡോക്ടർ ഡഫ്, when Dr. Kerry dies, do not say a word about Kerry, only talk about the God of Kerry. കേരി മരിക്കുമ്പോൾ കേരിയെ പറ്റി ഒരു വാക്കും പറയരുത്, കേരിയുടെ ദൈവത്തെ പറ്റി പറയുക. കേരിയെ പറ്റി ഒന്നും എഴുതിയിട്ടില്ല. കേരിയെ പറ്റി ഇംഗ്ലീഷിൽ തന്നെ 120-ലധികം പുസ്തകങ്ങളുണ്ട്, മറ്റു ഭാഷകളിലധികം 100-ലധികം പുസ്തകങ്ങളുണ്ട്. കേരിയെ പറ്റി ഒന്നും എഴുതിയില്ല. എന്നാൽ ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ശില്പിയായ കേരിയെ പറ്റി ഇന്ന് 1000 പുസ്തകങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ പോൾസ്ബറിയിൽ പോയിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ. അവിടെ ചെന്നപ്പോൾ ഒരു കൂനയുണ്ട്, കല്ലുകൂനയുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കേരി ബോൺ ഹിയർ, ഡൈഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒന്നുമില്ല. ഞാൻ അവിടെ ചെന്ന് പോൾസ്ബറിയിലെ അവിടുത്തെ അയൽക്കാരോട് ചോദിച്ചു, കേരി അറിയാമോ? ഓ, അയാളെ ഞങ്ങൾക്കറിയത്തില്ല. ഓക്സ്ഫോർഡിലെ പ്രൊഫസേഴ്സിനോട് ഞാൻ ചോദിച്ചു, ഓ, കേരി ഞങ്ങൾക്കറിയത്തില്ല. സെറാംപൂരിൽ പോയി, കേരിയെ ഞങ്ങൾക്കറിയില്ല. ഞാൻ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ 4 മണിക്കൂർ 400-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും ട്രസ്റ്റീസും ചേർന്ന ഒരു ഭാഷണം ഞാൻ നടത്തി. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 3 ആണുങ്ങൾ ആ പിള്ളേരെ എഴുന്നേറ്റ് ചോദിക്കുക,
സാറേ യേശുക്രിസ്തു മാത്രമാണോ രക്ഷകൻ? ഞാൻ ഷട്ടം, ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ്. ലിബറലാകിയാണ്. കേരിയുടെ പേരിൽ നിർമ്മിച്ച, സൃഷ്ടിച്ച, നടത്തപ്പെടുന്ന ഈ സ്ഥാപനങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഒന്ന് ചിന്തിച്ചാൽ മതിയാവും. ഭാരതത്തിൽ ഇവരെല്ലാം സേവനം ചെയ്ത് നമുക്ക് പേര് വേണ്ട, പെരുമ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ 120 ഭാഷകളുടെ വിശകലനത്തിൽ അവരെല്ലാം ചെയ്തു. അതുമാത്രമല്ല, ഇപ്പോഴെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴാരും ഒന്നും ചെയ്യുന്നില്ലേ? ഇപ്പോഴാരാ നമ്മുടെ കാടുകളിലുള്ളത്? മറ്റു പലരും ഉണ്ട്. പക്ഷേ ഇത് നോക്കുക, 118 ഭാഷകൾ, 118 ഭാഷകളിൽ ഇന്ന് നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പണിയർ ഭാഷ. ആരാ? സർക്കാരിനും താല്പര്യമില്ല. പണിയൻ്റെ ഭാഷ വികസിപ്പിക്കാൻ സർക്കാരിന് ഇവിടെ താല്പര്യം. അച്യുതാനന്ദനും പിണറായിക്കും ഉമ്മൻചാണ്ടിക്കും താല്പര്യമില്ല. ക്രൈസ്തവ മിഷണറിമാർ ഇപ്പോൾ എവിടെയുണ്ട്? 118 ഭാഷകൾ നാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ബാബു തോമസ് റാന്നിക്കാരനാണ് ഹൽബി ഭാഷയിൽ ആദ്യമായിട്ടൊരു പുസ്തകം രചിച്ചു. എൻ്റെ വീട്ടിൽ വന്നിരുന്നു. 35 വർഷമായി ഹൽബുകളുടെ അടുത്ത് ബസ്തറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 118. അതേ കാര്യം ഞാനിവരെയൊക്കെ പോയി സന്ദർശിക്കുകയാണ്. ഞാൻ മിക്കവാറും എൻ്റെ സമയം ഈ കാടുകളിൽ ക്രൈസ്തവ ബൈബിൾ ട്രാൻസ്ലേഷൻ കൂടിയാണ് സമയം ചെലവഴിക്കുന്നത്. കാരണം ഭാഷകളുടെ വികാസം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ വികാസമാണ്. വാമൊഴി വരമൊഴിയായിട്ട് മാറുകയാണ്. വിദ്യാഭ്യാസം നൽകുകയാണ്. എന്തോ ഒരു സമൂഹത്തിൽ സമൂല പരിവർത്തനം വരുത്തിയാണ്. ഇതാണ് നാം ചെയ്തത്. സമൂഹത്തെ നശിപ്പിക്കുകയല്ല, സൃഷ്ടിക്കുകയാണ്, വളർത്തുകയാണ് നാം ചെയ്തത്. അപ്പോൾ സാംസ്കാരികമായ വ്യത്യാസങ്ങൾ നാം വരുത്തിക്കൊണ്ടുണ്ടായി. സതി നിർത്തലാക്കി, ഇൻഫൻറ്റിസൈഡ് വൃത്തിയാക്കി. ഹൂഗ്ലി നദിയിൽ അനേകം കുഞ്ഞുങ്ങളെ ഹോമം ചെയ്തുകൊണ്ടായിരുന്നു. നദിയിൽ എഴുതുകയായിരുന്നു, ക്ഷേമത്തിനു വേണ്ടി എഴുതുകയായിരുന്നു. കേരളത്തിൽ അത് തന്നെ നടന്നിട്ടുണ്ട്. എന്നാൽ അതിനെതിരായിട്ട് ഘോര യുദ്ധം ചെയ്തത് ക്രൈസ്തവ മിഷന്മാരുടെ. 3, അടിമത്തം. ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. സാമുവൽ നെല്ലിമുൾ സാർ ഇവിടെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ അടിമകളായിരുന്നു. ഗവൺമെൻറ്റിൽ തന്നെ എന്തുമാത്രം ഇവിടെ അടിമകളുണ്ടായിരുന്നു. അടിമകൾ ധാരാളമായിരുന്നു. ഈ അടിമത്തത്തിന് അവസാനം ഉണ്ടാക്കിയത് ആരാ? ഇവിടുത്തെ ബ്രാഹ്മണന്മാരല്ല, മറ്റുള്ളവരുമല്ല. കേണൽ മൺറോയും ക്രൈസ്തവ മിഷന്മാരാണ് അടിമത്തത്തെ അവസാനിപ്പിച്ചത്. ചരിത്രം ജയസീദേവ് സാറൊക്കെ അത് പറയും. അടിമത്തമെന്നില്ല, ഞാൻ അതിൽ കൂടുതൽ കടക്കുന്നില്ല. അടുത്തത് കുഷ്ഠരോഗികൾക്ക് വേണ്ടി നോക്കി. നമ്മുടെ കുഷ്ഠരോഗികളെ എങ്ങനെയാണ് സമീപിച്ചുകൊണ്ടിരുന്നത്? ഞാൻ കുഷ്ഠരോഗിയായാൽ എൻ്റെ അമ്മയും അപ്പനും എൻ്റെ സഹോദരനും എൻ്റെ ഗ്രാമീണനും കൂടെ ചേർന്നിട്ട് എന്നെ ഒരു കിണ്ണം വെട്ടി എൻ്റെ ഒരു സദ്യ നടത്തി എന്നെ കാട്ടിലേക്ക് അയക്കും. പുഴുവിന് ഇരയായിട്ട് ഞാൻ കാട്ടിൽ നീടുമായിരിക്കും. ദിസ് വാസ് ദാറ്റ്. പക്ഷേ ആ കുഷ്ഠരോഗികളെ തേടിപ്പോയത് ക്രിസ്തുവിനെ സ്നേഹിച്ച മിഷണറിമാരാണ്. ഇവിടുത്തെ ആദ്യത്തെ ലെപ്രസോറിയം എന്ന് പറയുന്നത് 1805 വില്യം കേരി തുടങ്ങിയതാണ്. അതിനുശേഷം അനേകം കുഷ്ഠരോഗ ആശുപത്രികൾ ക്രൈസ്തവ മിഷണറിമാരാണ്. ഇവിടെ അൺടച്ചബിലിറ്റി ആയിരുന്നു. അൺടച്ചബിലിറ്റി, തൊടാൻ പാടില്ല. ജാതി, അതുമാത്രമല്ല, ഇവിടെ എന്താ ആയിത്തമായിരുന്നു. ബ്രാഹ്മണനും ഈഴവനും തമ്മിൽ എത്ര? 110 അടിയോറ്റോ ആയിരം. നോക്കുക, അതെല്ലാം ഉണ്ട്. ഈയിടെ ഞാൻ പറയുകയാണ്, ക്ഷമിക്കണം പേരെടുക്കുന്നുണ്ടല്ലോ, ഇവിടെ ഒരു വെള്ളാപ്പള്ളി നടേശനവൻ അവറുകളുണ്ട്. ഞാൻ അദ്ദേഹത്തെ ബഹുമാൻ ചരിത്രം അറിയാവുന്നയാൾ. എന്നാൽ ഈയിടെ ഒരു ചരിത്ര ആഭാസം താൻ പറഞ്ഞു. എന്താണെന്നറിയാമോ? കേണൽ മൺറോയും ക്രൈസ്തവ മിഷണറിമാരും കേരളത്തെ നശിപ്പിച്ചു എന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് വെള്ളാപ്പള്ളിയുടെ അമ്മയും ഭാര്യയും മക്കളും പെങ്ങളും ഒക്കെ ഇന്ന് മറയ്ക്കുന്നത് ക്രൈസ്തവ മിഷണറിമാരുണ്ടായിരുന്നുകൊണ്ടാണ്. ഇതാ ചരിത്രം. ഞാൻ പറഞ്ഞു, അല്ലയോ വെള്ളാപ്പള്ളി, ഈ ആഭാസത്തരം പറയരുത്. അങ്ങേക്ക് ചരിത്രം അറിയാൻ പറ്റില്ലേ? വേറെ എന്തെയോ കാര്യസാധ്യത്തിനായിട്ട് മറ്റു ചില ആളുകാരുടെ സപ്പോർട്ട് വേണം. അത് നമുക്കൊക്കെ അറിയാം. ചരിത്രമൊക്കെ നോക്കിയാൽ ഇവിടെ എന്താ ഇപ്പോൾ നടക്കുന്നത് അറിയാം. മറ്റുള്ളവൻ്റെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ സഹായം കിട്ടാൻ വേണ്ടി ഈ ചരിത്രാഭാസം പറയുകയാണ്. ഇവിടെ ചാന്നാർ ലഹളയെ പറ്റി നിങ്ങൾക്കറിയാം. ക്രൈസ്തവ സ്ത്രീകൾ മറിച്ച് നടന്നപ്പോൾ സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്ക് അതിന് അവകാശം വേണമെന്ന്. അതിനെതിരായിട്ട് ഒരു കീഴ്ക്കോടതി എതിനായിട്ട് നിന്നു. ക്രൈസ്തവ മിഷണറിമാർ പറഞ്ഞു തോളോട് തോൾ ചേർന്ന് ഇല്ല, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. കേണൽ മൺറോയും മറ്റ് മിഷണറിമാരും ബെഞ്ചമിൻ ബെയ്ലിയും ഫിന്നി അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഗവൺമെൻറ്റിൽ അവർ നിയമപരമായിട്ട് യുദ്ധം ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി യുദ്ധം ചെയ്ത് ഏകദേശം 31 വർഷത്തിന് ശേഷമാണ് എല്ലാവർക്കും മറിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തത്. ഇത് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടല്ലോ? ഭാരതീയരെ, ഭാരതത്തെ ഭാരതമാക്കിയത്, ആധുനിക ഭാരതം സൃഷ്ടിച്ചത് ബൈബിളാണ്. മഹാരാഷ്ട്രയിൽ ഒരു പ്രസ് കോൺഫറൻസ് ഞാൻ നടത്തുകയായിരുന്നു. അവിടെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, യു ഹാഡ് ആൻ അജണ്ട റൈറ്റ്, യു ഹാഡ് എ പർപ്പസ്? യെസ്. ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, ലക്ഷ്യമില്ലാതെ ആരൊന്നും ചെയ്യത്തില്ല. അത് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. എന്നാൽ ആദ്യമേ ഞാൻ ചോദിക്കട്ടെ, മറാഠിയുടെ ആദ്യത്തെ പ്രൊഫസർ ആരായിരുന്നു? ആദ്യത്തെ ഗ്രാമർ ബുക്ക് ഡിക്ഷണറി ആരായിരുന്നു? അദ്ദേഹത്തെ അറിയത്തില്ല. ഒരു മറാഠി ജേർണലിസ്റ്റാണ് ഈ ചോദ്യം ചോദിച്ചത്. 1805 മറാഠിയുടെ ആദ്യത്തെ ഗ്രാമർ പുസ്തകം നൽകിയത് വില്യം കേരിയാണ്. 1810 ആദ്യത്തെ ഡിക്ഷണറി നൽകിയത്. ആ മറാഠിയുടെയും സംസ്കൃതത്തിൻ്റെയും ബംഗാളിയുടെയും ആദ്യത്തെ പ്രൊഫസർ വില്യം കേരി ആയിരുന്നു, ഒരു ഇന്ത്യക്കാരനായിരുന്നത്. ഞാൻ പറഞ്ഞു, ഇൻ ദ പ്രോസസ് സർ യു ബിക്കെയിം എ ജേർണലിസ്റ്റ്. അദ്ദേഹം പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു അജണ്ട ഉണ്ട്. എന്താണ് അജണ്ട? നിങ്ങളെല്ലാവരും ബൈബിൾ വായിക്കണം.
അതാണ് ഞങ്ങളുടെ അജണ്ട. എല്ലാവരും ബൈബിൾ വായിച്ച് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ സൃഷ്ടിക്കണം. ഇൻ ദ പ്രോസസ് യു ബിക്കേം എ ജേർണലിസ്റ്റ്, അല്ലേ? നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ സ്വന്തം ഭാഷയിൽ വായിക്കണം. ബൈബിൾ, ദ സെൻട്രൽ തീം ഓഫ് ദ ബൈബിൾ ഈസ് ജീസസ് ക്രൈസ്റ്റ്. ആ യേശുവിനെ എല്ലാവരും അറിയണം. അത് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ലക്ഷ്യം. എന്നാൽ ഇത് പ്രോസസ്സ് ഭാരതത്തെ നമ്മൾ ഭാരതമാക്കി. ഒരു 6 മാസം മുമ്പ് എനിക്കൊരു ഒരു ടെലിഫോൺ കോൾ വന്നു ഹരിദ്വാറിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞു, രാത്രിയിലാണ്, ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു നേതാവാണ്, BJPയുടെ തിങ്ക് ടാങ്കിലുള്ള ആളാണ്. പറഞ്ഞു, ഈ പുസ്തകം എന്തിനാണ് എനിക്ക് അയച്ചു തന്നത്? ആരോ അയച്ചു കൊടുത്തു, എൻ്റെ ഈ ലെറ്റ് ദെയർ ബി ഇന്ത്യ എന്നുള്ള പുസ്തകം. അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകം നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചു, എന്ത് സംഭവിക്കും? യു വിൽ ബി കിൽഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാൽ ഇന്ന് ഞാൻ യേശുവിൻ്റെ കൂടെ ആയിരിക്കും, നിങ്ങൾ യേശുവില്ലാതെ മരിച്ച നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞു. 6 മാസമായി പുള്ളി വന്നില്ല, ഇതെല്ലാം കൊല്ലാൻ വന്നിട്ടില്ല. കുഴപ്പമില്ല, പേടിക്കേണ്ട, ഞങ്ങൾക്ക് എതിരുകൾ വരും, പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട്. കാരണം ഞങ്ങൾ സത്യമാണ്, ഭാരതത്തെ ഭാരതമാക്കി നമ്മളാണ്. നമ്മൾ വെറും 2% സാരമില്ല. എന്നാൽ ഭാരതത്തിന് ജീവൻ നൽകിയത്, ജീവൻ്റെ തുടിപ്പ് നൽകിയത് നമ്മളാണ്. വളരെ 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 നന്ദിയോടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.